Nicodemus Timmini, Abhidhamya Ibrahim Yusufini, ബഹുമാനപ്പെട്ട പ്രഭാച്ചൻ, പ്രിയപ്പെട്ട ശ്രീ സി തോമസ്, ഡോക്ടർ ടി ജെ ജോഷുവാച്ചൻ, ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം വയനാട്, ശ്രീ എം ജി ജോർജ് മുത്തൂറ്റ്, ഫാദർ വർഗീസ് അരിയാട്ട്, മറ്റ് ബഹുമാനരായ വൈദികരെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഗീവർഗീസ് ബാബയുടെ 50ാമത് ഓർമ്മപ്പെടുന്ന ചരമ സുവർണ്ണ ജൂബിലി പരിശുദ്ധ തിരുവേദിയുടെ ഇടവകയിൽ വെച്ച് തന്നെ ഇന്ന് ആചരിക്കുക. പരിശുദ്ധ ബാബ തിരുവേദി കുറിച്ചി ബാബ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവേദി മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകിയ നേതൃത്വം, അതോടൊപ്പം ഒരു സമൂഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയത് ഇന്നും സമുദായവും സമൂഹവും ഓർക്കുന്നത്. എനിക്ക് പരിശുദ്ധ ബാബ തിരുമേനിയെ പഴയ ദേവലോക ഭവനെ പോയി കാണാനും ആ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങാനും അവസരം കിട്ടിയിട്ടുള്ള ഓർക്കുക. എൻ്റെ മാതാപിതാക്കളോടൊപ്പം ഞാൻ പോയി തിരുമേനിയെ കണ്ടിട്ടുണ്ട്. ഞാനന്ന് ഏതാണ്ട് പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അന്ന് ഞാൻ ഇന്നും എൻ്റെ ഓർമ്മയിലും നിലനിർത്തുന്ന ബാബ തിരുമേനിയുടെ കാലത്ത് അടൂരിൽ നിന്ന് ഒരു ഘോഷയാത്ര കോട്ടയത്തേക്ക്. ഇന്നത്തെ പോലെ അതിന് കാറുകളൊന്നുമുള്ള കാലമല്ല. എന്നാലും അമ്മ ആ ഘോഷയാത്രയിൽ 600 പല കാറുകൾ പങ്കെടുത്തില്ല. അമ്മ നമ്മുടെ നാട്ടിൽ ഇതുപോലെ വലിയ വാഹന ഘോഷയാത്ര നടന്നിട്ടില്ല. കൃഷി ബാബ തിരുമേനിയെ അടൂരിൽ നിന്ന് വരവേറ്റ് MD സെമിനാരിലേക്ക് ഉള്ള ആ ഒരു യാത്ര, അത് നേരിട്ട് കാണാൻ ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞാൻ ഇന്നും എൻ്റെ ഓർമ്മയിൽ അത് ഇന്നും എൻ്റെ ഓർമ്മയിൽ ബാബ തിരുമേനി നീണ്ട കാലം മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് നേതൃത്വം നൽകി. ഏറ്റവും നിർണായകമായ കാലഘട്ടങ്ങൾ അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് തിരുമേനി നൽകിയ നേതൃത്വവും ആ പങ്കാളിത്തവും വളരെ വലുതായിട്ടുണ്ട്. തിരുമേനിയെ എന്നും സഭയും സമൂഹവും ഓർക്കും എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒന്നാണ്. തിരുമേനി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 50 വർഷം കഴിഞ്ഞിട്ടും ആ ഓർമ്മ സമുദായത്തിലും സമൂഹത്തിലും നിലനിർത്തും. തിരുമേനി കാലം ചെയ്ത് ഏറ്റവും അടുത്ത അവസരത്തിലാണ് തിരുമേനിയുടെ നാമധേയത്തിൽ ഒരു സ്മാരകം വേണം എന്ന സഭ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോട്ടയത്ത് ഒരു പുതിയ കോളേജ്, സെന്റ് ജോസഫ് കോളേജ് അന്ന് രൂപം കൊണ്ടത്. ആ കോളേജിൽ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു, അത് പുരോഗമിക്കുന്നു. ഇന്ന് ആ കോളേജിൽ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികൾ ഇന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പരിശുദ്ധ തിരുമേനിയും തിരുമേനിമാരും മറ്റുമെല്ലാം ക്ഷണിച്ച് എല്ലാവരും പങ്കെടുക്കുന്ന യോഗത്തിൽ ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ആ ഓർമ്മ തിരുമേനിയുടെ തിരുമേനിയുടെ മാത്രം ഇടവകയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഉള്ള ഒരു